അമ്മേ മാതാവേ, ഈശോയ്ക്ക് നന്ദി. എൻ്റെ പേര് രിഷ. ഞാൻ വരാപ്പുഴയിൽ നിന്നാണ് വരുന്നത്. നേഴ്സാണ്. അനിയത്തിയും നേഴ്സാണ് ജിഷ. ഞാൻ ഉടമ്പടി എടുത്തത് 2019 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അന്ന് അമ്മയായിട്ടാണ് ഇവിടെ ആദ്യം വന്നത്. അപ്പോൾ അന്ന് എനിക്ക് ജോലിയൊന്നും റെഡിയാവാതിരുന്ന സമയത്തായിരുന്നു. 3 വർഷമായിട്ട് ജോലിക്കൊന്നും പോകാണ്ടിരുന്ന് വളരെ മാനസികമായിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഇവിടെ വന്നത്. അപ്പോൾ അന്ന് ഉടമ്പടി എടുത്ത് പോയി വീട്ടിൽ ചെന്നപ്പോൾ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് കാർഡ് വരികയും വീട്ടിലവിടെ കാർഡ് കിടക്കുകയായിരുന്നു, എംപ്ലോയ്മെൻറ്റിൻ്റെ കാർഡ്. അങ്ങനെ അപ്പോഴും എനിക്ക് വിശ്വാസമായിരുന്നില്ലായിരുന്നു ആ ജോലി കിട്ടുമെന്ന്. കാരണം കുറേ പേര് അതിലുണ്ടായിരുന്നു. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്തിൽ ആ ജോലി കിട്ടുകയും 6 മാസത്തേക്കാണ് ആ ജോലി കിട്ടിയത്. അങ്ങനെ 6 മാസം കഴിയാറായപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നമുക്കൊന്നും കൂടി പോയി ഉടമ്പടി പുതുക്കണം, നിനക്ക് ആ ജോലി പിന്നീട് 6 മാസത്തേക്ക് ഇനിയും കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷം അവിടെ ഓർഡർ വന്നു. 6 മാസത്തേക്ക് കൂടി അത് പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്തു. അങ്ങനെ 1 വർഷത്തോളം എനിക്ക് ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം പിന്നീട് ഉടമ്പടി എടുത്തപ്പോൾ NHMൻ്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അനിയത്തിയും ഞാനും എക്സാം എഴുതിയിരുന്നു. അതിന് ഒരുപാട് സ്റ്റാഫ് നേഴ്സുമാർ അതിൽ എക്സാമിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ലായിരുന്നു കിട്ടോ ഇല്ലെന്ന്. അനിയത്തിക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷേ മാതാവിനോട് അന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ എക്സാമിൽ ഞങ്ങൾക്ക് 2 പേർക്കും എക്സാം പാസ്സാവുകയും ഇൻ്റർവ്യൂവിലും പാസ്സാവുകയും ഞങ്ങൾക്ക് 2 പേർക്കും കേന്ദ്ര ഗവൺമെൻറ്റിൽ ജോലി കിട്ടുകയും ചെയ്തു. അതിനുശേഷം അടുത്ത ഉടമ്പടി എടുത്തപ്പോൾ വീടിന് 2 വീലർ കഴിയുന്ന വഴി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ സ്ഥലം റെയിൽവേ ഏറ്റെടുക്കുകയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് റെയിൽവേ ഏറ്റെടുക്കുകയും ഞങ്ങൾക്ക് ലോറി കയറുന്ന വഴിയോടുകൂടി നല്ലൊരു ഭവനം തന്ന് മാതാവ് അനുഗ്രഹിച്ചു. ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ട് പോയപ്പോൾ PX എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, നിങ്ങൾ 2 പേരും നന്നായിട്ട് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചോ, നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം 2 പേരുടെയും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് വരികയും ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ലിസ്റ്റ് പുറത്തിറങ്ങി. ഇപ്പോൾ അനിയത്തിക്ക് ആ ലിസ്റ്റിൽ 5 എക്സാമിലോട്ടുള്ള എക്സാം വരുന്നത്, 5 ലിസ്റ്റിലോട്ടുള്ളത്. അവൾ 5ലും ഉണ്ട്. അനിയത്തിക്ക് ഒരെണ്ണത്തിൽ 1ാം റാങ്ക് ലഭിച്ചു. പിന്നെ അത് കൂടാണ്ട് വേറൊരു ലിസ്റ്റിൽ 3ാം റാങ്ക് ലഭിച്ചു. ഇനി 3 ലിസ്റ്റ് കൂടി വരാനുണ്ട്. എനിക്ക് വേറൊരു ലിസ്റ്റിൽ ലാറ്റിൻ കോട്ടയിൽ 2ാം റാങ്ക് ലഭിച്ചു. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹം തന്ന മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തി ഞങ്ങൾ കൃപാസനം പത്രം എല്ലാ വീടുകളും കൊടുക്കുകയും സാധിക്കുന്ന എല്ലാവർക്കും കൊടുക്കുകയും കൂട്ടുകാർക്കും ജോലി സ്ഥലത്തൊക്കെ കൊടുക്കുകയും കൂടാതെ പ്രായമായവരെ പ്രാർത്ഥിച്ച് അവരുടെ പ്രാർത്ഥനകളൊക്കെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് കൃപാസനത്തെ പറ്റി പറഞ്ഞാണ് കൊടുത്തത്. പിന്നെ അതുകൂടാണ്ട് പ്രായമായവരെ സന്ദർശിക്കുകയും ആരും വീടുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഭവനങ്ങളെല്ലാം സന്ദർശിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ദിവ്യബലിയിൽ പങ്കെടുക്കുകയും കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു. യൂട്യൂബിൽ ആരാധന കൂടുകയും ദിവസവുമല്ല ഡെയിലി ബ്രെഡ് ദിവസം കൂടുകയും ചെയ്യുന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. സങ്കീർത്തനം 25:12 കർത്താവിനെ ഭയപ്പെടുന്നവരാരോ, അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. യേശുവിൽ പ്രിയമുള്ളവരെ, നിഷ സഹോദരങ്ങളുടെ സാക്ഷ്യമാണ് ഇവിടെ പങ്കുവച്ചത്. ഉടമ്പടിയിൽ എപ്രകാരമാണോ നിങ്ങൾ നിന്നത് അതനുസരിച്ച് തൻ്റെ പുത്രനോട് അമ്മ പറഞ്ഞ് ഇവരുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി. ഉടമ്പടി വിശ്വാസത്തോടും വിശ്വസ്തയോടും സത്യസന്ധതയോടും കൂടി നിന്നപ്പോൾ നിൻ്റെ കാൽ വഴുതാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയുമില്ല. ഉടമ്പടി ജീവിതത്തിൽ ഈശോയോട് ചേർന്ന് അമ്മയോടും ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതത്തിൽ അവർ മുന്നോട്ട് പോയപ്പോൾ അവരുടെ പാദങ്ങൾക്ക് വിളക്കായും പാതയിൽ പ്രകാശമായും
പരിശുദ്ധമ്മയും ഈശോയിൽ നിന്ന് ഇവർക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.